ഹായ് എല്ലാവർക്കും നമസ്കാരം. ഫിറോസ് ദാദു ആണ്. എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മളൊരു ഫുട്ബോൾ ടൂർണമെന്റ് ഒക്കെ നടത്തും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കായികപരമായിട്ടുള്ള പരിപാടികളൊക്കെ നടത്തും, അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള പരിപാടികളൊക്കെ നടത്തും. അങ്ങനെ ആ പരിപാടിയിൽ പങ്കെടുത്ത് വിജയിക്കുന്ന ആളുകൾക്ക് നമ്മൾ ട്രോഫികളൊക്കെ കൊടുക്കാറുണ്ട്. അതിന് കൂടെ ചില ആളുകൾ സർട്ടിഫിക്കറ്റും കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ഒന്നും അത്ര ഭംഗി ഉണ്ടാവാറില്ല. എങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾ എന്തെങ്കിലും പ്രോഗ്രാം നടത്തി അതിൽ ലഭിക്കുന്ന ആ കുട്ടിയുടെ പേര് ജസ്റ്റ് അതിലേക്ക് എഴുതി കൊടുത്താൽ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തരും. അത് പിന്നീട് നിങ്ങൾക്ക് ഫോട്ടോ കോപ്പി എടുത്തിട്ട് അവർക്ക് വിതരണം ചെയ്യാൻ സാധിക്കുന്ന ഒരു കിഡിലൻ ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. പ്രൊഫഷണൽ രീതിയിലുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്ന കിഡിലൻ ഒരു ആപ്ലിക്കേഷനാണ്. തീർച്ചയായും ആപ്ലിക്കേഷൻ ലിങ്ക് ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും വെക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങളുടെ നാട്ടിൽ നടക്കുന്ന എന്തെങ്കിലും ചെറിയ പരിപാടിക്കൊക്കെ ഓരോ കുട്ടികൾക്കും നിങ്ങൾ അത് കൊടുക്കുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമായിരിക്കും, കാരണം സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ പേര്, നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേരൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന കിഡിലൻ ആപ്ലിക്കേഷനാണ്. അപ്പം അതെങ്ങനെയാണ് ചെയ്യുക വീഡിയോ കണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോക്ക് മുകളിൽ വെച്ചുള്ള ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ പരസ്യം നിങ്ങൾ ക്ലോസ് ചെയ്യണം. സ്റ്റാർട്ടിങ് തന്നെ പരസ്യമാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഓരോ കാറ്റഗറി കാണാൻ സാധിക്കും, ഓരോ അവാർഡുകളുടെ കാറ്റഗറി കാണാൻ സാധിക്കും. നിങ്ങൾ ഏത് കാറ്റഗറിയിലുള്ള ഒരു പരിപാടിയാണോ നിങ്ങളുടെ നാട്ടിൽ നടത്തിയത് ആ കാറ്റഗറി നിങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് സെലക്ട് ചെയ്യുക. പരസ്യങ്ങളൊക്കെ ഉണ്ടാവും, പരസ്യങ്ങൾ ജസ്റ്റ് ക്ലോസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ജസ്റ്റ് ബാക്ക് അടിക്കാം. ഓരോ കാറ്റഗറി കാണാൻ സാധിക്കും. ഇപ്പോൾ ഫുട്ബോൾ ആണെങ്കിൽ ഫുട്ബോൾ, അതുപോലെ തന്നെ നമുക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള ഓരോ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഏതാണ് വേണമെങ്കിൽ അവാർഡ് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ അവാർഡുമായി ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അവാർഡ് സർട്ടിഫിക്കറ്റുകൾ ഇവിടെ റെഡിയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നമുക്ക് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് മേലെ ജസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്യുമ്പോൾ ഒട്ടനവധി കാറ്റഗറിയിലുള്ള ഫോട്ടോസുകൾ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെയൊക്കെ ഏത് രീതിയിലുള്ള ഇതാണ് നമുക്ക് മേക്ക് ചെയ്യുന്നത്, അവിടെ നമുക്ക് നമ്മുടെ പേര് കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കാൻ ഉണ്ടാവും. അപ്പോൾ ഞാൻ തൽക്കാലം ഇത് സെലക്ട് ചെയ്യുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്തത് ഈ കാണുന്നതാണ് എനിക്ക് തോന്നുന്നു. ഇനി ഇവിടെ നമുക്ക് പേര് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഡേറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് ദിവസത്തെ ഡേറ്റാണ് വേണ്ടത് ആ ഡേറ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. 2024 ജനുവരി 26 ഞാൻ ഇന്ന് വീഡിയോ ഉണ്ടാക്കുന്ന അതേ ദിവസമാണ് കൊടുക്കുന്നത്. ഇനി നമ്മുടെ പ്രസിഡന്റിൻ്റെ ഒപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് സൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പ്ലസ് ബട്ടണിൻ്റെ മേലെ ജസ്റ്റ് ടച്ച് ചെയ്യുക. ഇവിടെ നമ്മുടെ ഒരു സൈൻ ഇങ്ങനെ കൊടുക്കുക, ഓക്കെ ബട്ടൺ കൊടുക്കുക. ആ സൈൻ അതിനുള്ളിലേക്ക് എത്തിക്കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ പേര് കാര്യങ്ങൾ കൊടുക്കാനുള്ളത് ഈ കാണുന്ന ഭാഗത്താണ്. ജസ്റ്റ് അതിന് മേലെ ടച്ച് ചെയ്യുക, ജസ്റ്റ് ലോങ് പ്രസ് വെക്കുക. നമുക്ക് കളർ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാറുണ്ട്. ഇതിക്ക് ബ്ലാക്കാണ് നല്ലത്, എനിക്ക് റെഡ് കൊടുക്കാം. ഇനി നമുക്ക് ചേഞ്ച് ടെക്സ്റ്റ് എന്ന ഭാഗത്ത് ഒരു ഡബിൾ ടാപ്പ് നൽകുക. എന്നതിന് ശേഷം നമ്മുടെ പേര് എഴുതി കൊടുക്കുക. ഈ കുട്ടികളുടെ പേര് ഇവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ തൽക്കാലം എൻ്റെ പേര് തന്നെ എഴുതുന്നു, ഫിറോസ് ദാദു എന്ന് എഴുതി സേവ് കൊടുത്തു. സേവ് കൊടുത്തോട്ടെ. അപ്പോൾ എൻ്റെ പേരുടെ എത്തിക്കഴിഞ്ഞു. ഞാൻ പേരിൻ്റെ ടൈറ്റൊക്കെ മാറ്റാം, ഫോണിലും കാര്യങ്ങളൊക്കെ മാറ്റാം. ഓക്കെ, എന്നതിന് ശേഷം നമ്മൾ ചെയ്യണത് ഏറ്റവും മുകളിൽ കാണുന്ന ടിക്ക് മാർക്ക് കൊടുത്തത് സേവ് ചെയ്യുക. അത് നമ്മുടെ മൊബൈലിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ചെയ്യുകയും ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്കിവിടെ കണ്ടോ, സേവ് ദിസ് സർട്ടിഫിക്കറ്റ് വാച്ച് എ വീഡിയോ ആഡ്. ഈ ഇത് നമ്മുടെ മൊബൈലിലേക്ക് സേവ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു പരസ്യം കാണാമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ജസ്റ്റ് പ്ലേ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ആ പരസ്യത്ത് കണ്ടു കഴിഞ്ഞവർ വെയിറ്റ് ചെയ്യുക. ഓക്കെ, പരസ്യം കയ്യാറായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ആ ഒരു ഇത് നമുക്ക് സേവ് ചെയ്യാൻ PDF വേണോ അതല്ല സേവ് JPG വേണോ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് സേവ് JPG മതി. JPG ചെയ്യുക, വീവ് അടിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുന്നത് കാണണമെങ്കിൽ കാണാം. കേട്ടോ, കറക്റ്റ് ഫിറോസ് ദാദു. ഓരോ കറക്റ്റായിട്ട് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ വന്നു കഴിഞ്ഞു. ഇതൊരു മോഡൽ. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും കാറ്റഗറിയാണ് വേണ്ടതെങ്കിൽ ജസ്റ്റ് വേറെ കാറ്റഗറി നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്കൊരു ജസ്റ്റ് പരസ്യം സ്ക്രീനിലുണ്ട് കേട്ടോ, വലിയ ബുദ്ധിമുട്ടാണ്, എന്നാലും സഹിക്കുക. ഫുട്ബോളുമായി ബന്ധപ്പെട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ 2 മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്ററുകൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഒരുപാട് വെറൈറ്റി സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വെറൈറ്റി സർട്ടിഫിക്കറ്റുകളുണ്ട്. ഇപ്പോൾ സ്കൂളിലെ കുട്ടികൾക്ക് എന്തെങ്കിലും പരിപാടി നടക്കുന്ന സമയത്ത് ജസ്റ്റ് ഇതിൽ എഡിറ്റ് ചെയ്യുക, അവരുടെ പേര് എഴുതി കൊടുക്കുക, ആ പരസ്യം കാണുക, ജസ്റ്റ് അത് കൊണ്ടുപോയിക്കാണ്ട് എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് ഫോട്ടോസ്റ്റാറ്റോ അല്ലെങ്കിൽ കളർ ഫോട്ടോസ്റ്റാറ്റോ അല്ലെങ്കിൽ പ്രിൻ്റ് എടുക്കുന്ന സ്ഥലത്ത് നല്ല രീതിയിലുള്ള പ്രിൻ്റ് എടുക്കുക. ഇത്രേ ഉള്ളൂ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കൂടുതലേക്ക് ഷെയർ ചെയ്യുക ഫ്രണ്ട്സ്.